നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. സ്വന്തം ഭർത്താവ് തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. വിശദമായി നോക്കാം. ഭർത്താവ് കണ്ണാറക്കരടിയാള തെങ്ങനാൽ കുഞ്ഞുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കിനെ തുടർന്ന് കുഞ്ഞുമോൻ ദിവ്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. നൈലോൺ ചരട് കഴുത്തിൽ മുറുക്കിയായിരുന്നു അരുൺ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ്, അതായത് ഭാര്യയെ സംശയമുണ്ടായിരുന്നു പ്രതിക്ക്. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. വേലൂപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളാണ് കൊല്ലപ്പെട്ട ദിവ്യ. കുഞ്ഞുമോനെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച ചരട് വീടിന് സമീപമുള്ള കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് കടുത്ത പനിയെ തുടർന്ന് ദിവ്യ ഗുളിക കഴിച്ച ശേഷം മരിച്ചുവെന്ന് കുഞ്ഞുമോൻ എല്ലാവരോടും പറഞ്ഞത്. ഞായറാഴ്ച രാവിലെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താൻ പോലീസ് എത്തി. വരന്തരപ്പള്ളി പോലീസിന് ഈ ഇൻക്വസ്റ്റ് നടത്തുന്നതിനിടയിൽ ചില സംശയങ്ങൾ, ചില ദുരൂഹതകൾ തോന്നി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. കഴുത്തിലും മറ്റും പാടുകൾ ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചത്. ഇതോടെ ഫോറൻസിക് വിരലടയാള വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വരെ പോലീസ് കാത്തിരുന്നു. ഇതിനിടെ മൊഴിയെടുക്കുന്നതിനോടനുബന്ധിച്ച് സ്റ്റേഷനിലേക്ക് കുഞ്ഞുമോനെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് പ്രതി എല്ലാ സത്യങ്ങളും പറഞ്ഞത്. ഇതോടെ ഞായറാഴ്ച രാത്രി തന്നെ ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് 34-കാരിയായ ദിവ്യ. 40-കാരനായ ഭർത്താവാണ് ഇവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഭാര്യ നെഞ്ചുവേദന കാരണം മരിച്ചെന്നായിരുന്നു കുഞ്ഞുമോൻ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലി സ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തർക്കമുണ്ടാകുന്നു. ഈ തർക്കമാണ് അരുൺ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ദമ്പതികൾക്ക് 11 വയസ്സുള്ള മകനുണ്ട്. എന്തായാലും സംശയം, അതുപോലെ തന്നെ ഇത്തരത്തിൽ ചില കാഴ്ചകൾ കണ്ടത്, ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വഴക്കുണ്ടാകുന്നു. വഴക്ക് ഒടുവിൽ കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. ഈ പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. കുഞ്ഞുമോനെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് ഈ തെളിവുകൾ, അതായത് തെളിവെടുപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിയുമായി. ഈ ഒരു നിർണായക തെളിവ്, അതായത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നൈലോൺ നൂലടക്കമുള്ളവ കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഷില്ലോങ്ങിൽ നിന്ന് വന്ന വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ ഏവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത. അതായത് കാമുകനൊപ്പം ചേർന്ന് കൊട്ടേഷൻ കൊടുത്ത് ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ്. ഭാര്യയും കാമുകനും ചേർന്ന് ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇൻഡോറിൽ നിന്നുള്ള രാജ രഘുവംശി, ഭാര്യ സോനം എന്നിവരാണ് വിവാഹം കഴിഞ്ഞ് 10ാം നാൾ മധുവിധു ആഘോഷിക്കാനായി മധ്യപ്രദേശിൽ നിന്ന് മേഘാലയയിലെത്തിയത്. ഷില്ലോങ്ങിൽ പലയിടങ്ങളിലായി ഇരുവരും 2 ദിവസം മധുവിധു ആഘോഷത്തിലായിരുന്നു. പിന്നാലെ ദമ്പതിമാരെ കാണാതാകുന്നു. അന്വേഷണത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഭാര്യ എവിടെ പോയി എന്ന അന്വേഷണത്തിന് ഒടുവിലാണ് എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സോനുവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത്. ഇതിനിടെ തന്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും കൊല്ലപ്പെട്ടതുപോലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും വിമർശനവുമായി സോനത്തിന്റെ സഹോദരൻ രംഗത്ത് വരികയുണ്ടായി. പഴുതുകൾ അടച്ചുള്ള പോലീസ് അന്വേഷണം അതിനിടയിൽ ഒടുവിൽ കണ്ടെത്തിയത് ഭാര്യ തന്നെ വില്ലത്തിയാകുന്ന കാഴ്ചയാണ്. മെയ് 11-നാണ് ഇരുവരും വിവാഹിതരായത്. ഇൻഡോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെ നടന്ന വിവാഹം. ഈ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള റീൽസ് ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ ഒരു വേദനയായി മാറുകയാണ് ആ റീൽസുകളെല്ലാം. വിവാദങ്ങൾക്കിടെ ഇവരുടെ വിവാഹ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. ചുവപ്പ് സാരി ധരിച്ച സോനത്തിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന രാജ, ഇതാണ് ആ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ ഒരു ചതിയുടെയും അതായത് ഒന്നും അറിയാതെ ചതിയിൽ അകപ്പെട്ടു പോയൊരു വ്യക്തി ആ വീഡിയോയിലുണ്ട്. അത് കാണുന്നവർക്കൊക്കെ വളരെ ഒരു വേദനയാണ് സമ്മാനിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് രണ്ടുപേരും മധുവിധു യാത്രയ്ക്കായി പദ്ധതി ഇടുകയായിരുന്നു. കശ്മീരിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ അത് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റുകയായിരുന്നു. മെയ് 20-ന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമയ്ക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. 21-ാം തീയതി വൈകിട്ട് 6-ഓടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി. അവിടെ ബാലാജി
ഗസ്റ്റ് ഹൗസിലാണ് ഇരുവരും തങ്ങിയത്. പിറ്റേന്ന് രാവിലെ കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് ഇവർ കറങ്ങാൻ ഇറങ്ങുകയായിരുന്നു. 3 ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നുമായിരുന്നു ഗസ്റ്റ് ഹൗസ് മാനേജറോട് പറഞ്ഞത്. ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്കാണ് പോയത്. അന്ന് വൈകുന്നേരം ഈസ്റ്റ് ഗാസി ഹിൽസിലെ മൗലികിയാത്ത് ഗ്രാമത്തിലാണ് എത്തിയത്. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലികിയാത്തിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതായി എന്ന വിവരം പ്രചരിക്കാനും തുടങ്ങി. കാണാതാവുന്നതിന് മുമ്പ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് രണ്ടുപേരെയും ഫോണുകൾ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഗാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു സംശയമായി മാറിയത്. സ്കൂട്ടി ഉടമയെ കണ്ടെത്തിയ പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തി. പക്ഷേ ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചില്ല. 10 ദിവസത്തിനു ശേഷം വെയ്സ് സാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ രാജയുടെ മൃതദേഹം 100 അടി താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. വലത് കൈയിലെ രാജ് എന്ന പേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായിച്ചത്. സോനവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. 2 ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ട് കൂടി കണ്ടെത്തി. ഇതോടെ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമായി. അന്വേഷണത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആൽബർട്ട് പിഡെ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴി കേസിൽ വളരെയധികം സഹായകമായി പ്രതികളിലേക്ക് എത്താൻ. മെയ് 23-ന് ഇരുവരെയും കാണാതായ ദിവസം 3 പുരുഷന്മാർക്കൊപ്പം ദമ്പതികളെ കണ്ടെന്ന് ഇദ്ദേഹം മൊഴി നൽകി. രാജയും മറ്റു 3 പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. പിന്നീട് ആ 3 പേരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിലുള്ളതും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായ മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. സോനത്തിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുന്നു. ഇത്തരത്തിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ സോനം കാമുകനൊപ്പം ചേർന്നാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ കൊലപാതകം നടന്ന് മേഘാലയയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് സോനം മുങ്ങുകയുണ്ടായി. അവിടുന്ന് 1 മണിയോടെ അവിടെ തട്ടുകടയിലെത്തി ഉടമയോട് ഒരു കോൾ ചെയ്യണമെന്ന് ഫോൺ ആവശ്യപ്പെട്ടു. കുടുംബത്തെ വിളിച്ച് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ഈ തട്ടുകടയുടെ ഉടമയുടെ ഒരു മൊഴിയും ഇതിൽ ഏറ്റവും നിർണായകമായി മാറി. എന്തായാലും വളരെ അതിദാരുണമായൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ വിവാഹത്തിൻ്റെ വീഡിയോയും അതിന് മുന്നേ എടുത്ത ചില റീൽസും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ അത് വളരെയധികം വേദന ആയി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.